കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റൈറ്റ് ഡിവിഷൻ എന്നൊരു വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം ചിന്തിക്കുന്നത്. റൈറ്റ്ലി ഡിവൈഡ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അതായത് റൈറ്റ്ലി ഡിവൈഡ് എന്നത് ഒരു ദൈവിക ഉപദേശവും തിരുവചനത്തെയും ദൈവിക പദ്ധതികളെയും മനസ്സിലാക്കുവാൻ ദൈവം തിരുവചനത്തിൽ വെച്ചിരിക്കുന്നതുമായ ഒരു ഗോൾഡൻ കീ ആണ് ഈ റൈറ്റ് ഡിവിഷൻ എന്നുള്ള ഉപദേശം. ഇംഗ്ലീഷിൽ അതിനെ ഇങ്ങനെയാണ് പറയുന്നത്. 2 തിമോത്തി 2:15 വാക്യമാണ്. അതിങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്: സ്റ്റഡി ടു ഷോ thyself approved unto God, a workman that needeth not to be ashamed, rightly dividing the word of truth. മലയാളത്തിൽ പറയുന്നത്: സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. ഇവിടെ സ്റ്റഡി ടു ഷോ thyself approved unto God, ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷനിൽ നിന്ന് വളരെ വ്യത്യാസമായിട്ടാണ് മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ ഇങ്ങനെ ട്രാൻസ്ലേഷനിൽ പല പ്രശ്നങ്ങളും വന്നിട്ടുള്ളതായിട്ട് ഞാൻ ഇതിനു മുൻപുള്ള നമ്മുടെ ബൈബിൾ സ്റ്റഡീസിലൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. ഇവിടെ അത്തരം ഒരു എംഫസിസ് മലയാളത്തിൽ കൊടുത്തിട്ടില്ല. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ, ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് ആക്ച്വലി എന്താണ് ഈ റൈറ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ? ഇത് 2 ദൈവിക പദ്ധതികളെ വേർതിരിച്ച് പഠിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതായത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ഇത് 2 ദൈവിക പദ്ധതികളാണ്. സ്വർഗവും ഭൂമിയും. ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദ എർത്ത്. ഇത് രണ്ടും 2 സ്വർഗീയ പദ്ധതികളാണ്. ഇതിനെ നാം വേർതിരിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും കൂടെ കുഴഞ്ഞു പോകുവാനായിട്ടിടയായി, രണ്ടും കൂടെ ചേർന്ന് പോകാനായിട്ടിടയായിത്തീരും. അങ്ങനെ ഒരു വലിയ അബദ്ധത്തിലാണ് ഇന്ന് ക്രിസ്തൻ്റമായിരിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യാനിറ്റി 45,000-ലേറെ ഡിനോമിനേഷനായിട്ട് പിരിയാനും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റൈറ്റ് ഡിവിഷൻ എന്നുള്ള ഒരു ഉപദേശം നമ്മൾ പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ഇന്ന് ക്രിസ്ത്യാനിക്ക് ഈ സ്വർഗീയ പദ്ധതി എന്താണ്, ഭൂമിയിലെ പദ്ധതി എന്താണ്, അഥവാ യഹൂദീയ പദ്ധതി എന്താണ്, ക്രിസ്തീയ പദ്ധതി എന്താണ് എന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സുവിശേഷം എന്താണ്, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗീയ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റൈറ്റ് ഡിവിഷനെ നാം നമ്മുടെ സഭകളിൽ പഠിപ്പിച്ചിട്ടില്ല, നമ്മുടെ ഉപദേശമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു വിഷയം നമുക്ക് മനസ്സിലാകാതെ പോയിരിക്കുന്നു. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ കൂടി എന്താണ് യഹൂദീയ പദ്ധതി, എന്താണ് ക്രിസ്തീയ പദ്ധതി എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഞാൻ എന്നാൽ ആവോളം ശ്രമിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു തരുവാനായിട്ട്, അത് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ കയ്യിൽ നമ്മുടെ മുന്നിലുള്ളത് റൈറ്റ്ലി ഡിവൈഡ് എന്ന റൈറ്റ് ഡിവിഷൻ്റെ ചാർട്ടാണ്. ഈ ചാർട്ട് കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ച് ഈ വിഷയം നിങ്ങളിലേക്കൊന്ന് എത്തിക്കുവാനായിട്ട്, നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ടാണ് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഈ കാണുന്ന ചാർട്ടാണ് റൈറ്റ് ഡിവിഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് ദ ഹോൾ ബൈബിൾ ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തനാക്കാണ്. അത് യഹൂദൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് തനാക്ക് എന്ന് പറയുന്നത്. അത് തോറ, നെവീം, കെത്തുവീം, ഈ 3 പുസ്തകങ്ങൾ ചേർന്ന തനാക്ക്. അതായത് തോറ, നെവീം, കെത്തുവീം, അതിനെയാണ് തനാക്ക് എന്ന് പറയുന്ന അവരുടെ യഹൂദൻ്റെ വിശുദ്ധ ഗ്രന്ഥം. അതിനെയാണ് ഈ ലേ ഡൗൺ ചെയ്തിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് പല എപ്പിസോഡുകളായിട്ട് പറഞ്ഞ് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട്. ആവർത്തന വിരസത ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഈ ചാർട്ട് ഒന്ന് കാണിച്ച് അത് നിങ്ങളുടെ ഹൃദയത്തിലൊന്ന് ഉറപ്പിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇത് കണ്ടില്ലേ, ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ചു കഴിഞ്ഞ് ദൈവം ആ ഒരു ജനത്തെ നോഹയുടെ കാലഘട്ടത്തിലെ ജലപ്രളയത്തിൽ നിന്നും ഒരു ജനതയെ വേർതിരിക്കുക. അതായത് നോഹയും കുടുംബവും തൻ്റെ 3 മക്കളും അവരുടെ ഭാര്യമാരും, അങ്ങനെ 8 പേര് രക്ഷിക്കപ്പെടുക. അതിനുശേഷവും അവരുടെ 10ാം തലമുറയാണ് അബ്രഹാം എന്ന് പറയുന്നത്. അതിനുശേഷവും അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. അവരെ നശിപ്പിക്കാൻ കാരണം, ജലപ്രളയത്തിലൂടെ നശിപ്പിക്കാൻ കാരണം ആദമിൻ്റെ 10ാമത്തെ തലമുറയാണ് നോഹ. അവിടെ വരുമ്പോഴത്തേന് അവരെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സൃഷ്ടാവിനെ മറന്ന് സൃഷ്ടിയെ ഭജിക്കുന്ന രീതിയിൽ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. അങ്ങനെ ദൈവ കോപം അവരുടെ മേൽ വരികയും ജലപ്രളയത്താൽ സകലത് നശിച്ചു പോവുകയും ചെയ്തു. നോഹയ്ക്കും കുടുംബത്തിനും മാത്രം ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അങ്ങനെ അവർ രക്ഷിക്കപ്പെടുകയും അവരിൽ കൂടെ അടുത്ത ഒരു ജനതയെ ദൈവം പുതുതായിട്ട് ഈ ലോകത്തിൽ ജനിക്കുക.
അവരിൽ നിന്ന് 10ാമത്തെ തലമുറയെ അബ്രഹാമിനെ ദൈവം വിളിക്കുക. അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് അബ്രഹാമിൽ കൂടെ ഒരു പുതിയ പദ്ധതി ആരംഭിക്കുക, ഒരു ദൈവിക പദ്ധതി. ഇതിന് അബ്രഹാമിന് ഒരു പ്രോമിസ് കൊടുത്തിട്ട് ദൈവം അബ്രഹാമിൽ കൂടെ ഒരു പദ്ധതി, ഒരു ജനതയെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. അതായത് അബ്രഹാമിന്റെ സന്തതിയായിട്ട് ഒരു വാഗ്ദത്ത സന്തതി, അതാണ് ഇസഹാക്ക്. ഇസഹാക്കിൽ കൂടെ യാക്കോബ് ജനിക്കുന്നു. യാക്കോബിൽ കൂടെ 12 മക്കൾ ജനിക്കുന്നു. അവർ 12 ഗോത്ര പിതാക്കന്മാരായിട്ട് മാറുന്നു. അവിടെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്. അത് അവരിൽ കൂടെ പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് അവരിൽ കൂടെ ദൈവം അത് ഉറപ്പിച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ദ കിങ്ഡം ഓഫ് ഹെവൻ, അല്ലെന്നുണ്ടെങ്കിൽ രാജ്യം അവർക്ക് കൊടുക്കുന്നു. ഒരു ദേശം, ഒരു രാജ്യത്തിൻ്റെ സുവിശേഷം, ഒരു രാജ്യം അവർക്ക് ദൈവം എന്നേക്കുമായിട്ട് ശാശ്വത അവകാശമായിട്ട് കൊടുക്കും എന്ന് പറയുന്നൊരു ഒരു ദൈവിക പദ്ധതി കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ നമ്മൾ ചിന്തിച്ചതാണല്ലോ. ഇവിടുന്ന് ദൈവം ഒരു ജനതയെ വിളിച്ച് അവർക്കൊരു എലിവേറ്റഡ് പദവി കൊടുക്കുക, ഒരു എന്താ പറയുന്നത്, ഒരു പ്രത്യേക പദവി. അവർ മറ്റുള്ള ജാതികളിൽ നിന്നും അവരെ സെപ്പറേറ്റ് ചെയ്ത് അവരൊരു പെക്യൂലിയർ ട്രഷർ ആയിരിക്കും. നിങ്ങൾ സകല ജാതികളിലും വെച്ച് എനിക്കൊരു പ്രത്യേക സമ്പത്തായിരിക്കും. അങ്ങനെ അവരെ വിളിച്ച് ഈ ജാതികളിൽ നിന്ന് വേർതിരിക്കുക. ദൈവം അവരുടെ ഇടയിലൂടെ ഒരു വേർപാടിന് നടുച്ചുവർ കെട്ടിയിരിക്കുക. ആ വേർപാടിന് നടുച്ചുവരിൽ കൂടെ യഹൂദനെയും ജാതികളെയും തമ്മിൽ ദൈവം വേർതിരിച്ചിരിക്കുക. ഇവരുടെ നായ്ക്കൾ പോലും ഇടകലരാൻ ഇടയാകരുത്. കാര്യം അത്രമാത്രം ഇവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജാതികളാണ്. അവർ അശേരായെയും ബാൽ വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിക്കുകയും അവരുടെ കുട്ടികളെ അതിന് ബലിയർപ്പിക്കുകയും അതിന് അടയുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് അന്യ ദൈവ ആരാധനയിൽപ്പെട്ട് അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്നവരാണ്. ഇവരും ദൈവവും ഈ വേർതിരിച്ചിരിക്കുന്ന ജനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായി കിടന്നിരുന്ന ഒരു ജാതിയാണ് ഈ ജാതീയ ജനമെന്ന് പറയുന്നത്. ഇവിടെ യഹൂദനെ വിളിച്ച് വേർതിരിച്ചിരിക്കുക, ഇസ്രായേലിനെ. ഇതിൽ കൂടി അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇവിടെ മോശയെ വിളിക്കുകയും വിമോചകനായിട്ട് മോശ വന്ന് തനിക്ക് പ്രമാണങ്ങളും തന്നിലോട് കൽപ്പനകളും ഒക്കെ യഹൂദനെ അനുസരിക്കാനായിട്ടുള്ളത് കൊടുക്കുക. ഈ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-5 വാക്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അവർ ഈ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തിന് കൊള്ളാവുന്ന ജനമായിട്ട് നിന്നു കഴിഞ്ഞാൽ അവരെ ഒരു രാജകീയ പുരോഹിത വർഗമാക്കും. അവരൊരു ഒരു പെക്യൂലിയർ ട്രഷർ എന്നാ പറയുന്നത്. അതായത് സകല ജാതികളിലും വെച്ച് അവരെനിക്കൊരു സമ്പത്തായിരിക്കും. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ് അവർ. മോശയിൽ കൂടി ദൈവം ഒരു കവണന്റ് അവിടെ ചെയ്യുക, മൊസൈക് കവണന്റ്. അതിനുശേഷം രാജാക്കന്മാർ അവരെ വാഴുകയും കനാൻ ദേശത്ത് എത്തിക്കഴിയുമ്പോൾ ദാവീദ് രാജാവായിട്ട് വരികയും ചെയ്യുമ്പോൾ ദാവീദുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നത്, അതിനെയാണ് ഡേവിഡിക് കവണന്റ് എന്ന് പറയുന്നത്. ആ കൊടുക്കാനിരിക്കുന്ന ദേശം അത് വാഗ്ദത്ത ദേശം. അതിനെ ഒരു രാജാവ് നീതിയോട് വാഴും, അവൻ നിത്യം നീതിയോട് വാഴും. ആ ഒരു കവണന്റാണ് ഡേവിഡുമായിട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രവാചകന്മാരെ അയക്കുകയും അവരോട് ക്രമീകരണം പ്രാപിക്കാനായിട്ട് പ്രസംഗിക്കുകയും ചെയ്യുന്നത് കാണാം. ആ ലൈനിൽ തന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകൻ വന്നിരിക്കുക. യോഹന്നാൻ സ്നാപകനും വന്ന് പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കാര്യം ദൈവരാജ്യം, സ്വർഗരാജ്യം സമീപയായിരിക്കുന്നു. നിങ്ങൾ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പറയുക. അവർ യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരാൻ, റീസ്റ്റോർ യുവർ സെൽഫ്. നിങ്ങൾ ഈ ദൈവത്തിൻ്റെ ജനമാണ്, ബട്ട് നിങ്ങൾ തെറ്റിപ്പോയിരിക്കുന്നു, അതുകൊണ്ട് മടങ്ങി വരാൻ പറയുക. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരിക. കർത്താവ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ക്രിസ്തു ലോകത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുക. കാര്യം ഈ ലോകത്തെ വീണ്ടെടുക്കണം. ഇത് സാത്താൻ്റെ അധീനതയിലായി പോയിരിക്കുക. അതിനെ റിഡീം ചെയ്യണം, വീണ്ടെടുക്കണം. അപ്പോൾ തന്നെ ഈ പിതാക്കന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ഇവരെ ഉറപ്പിക്കണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു പരിച്ഛേദനക്കാർക്ക് ശുശ്രൂഷകാരനായി തീർന്നു. ഇവിടെ പറയുന്നത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. കർത്താവ് വന്നത് റഷ്യയിലേക്കും അമേരിക്കയിലേക്കും ജപ്പാനിലേക്കും ചൈനയിലേക്കും ഒന്നും അല്ല. ഇസ്രായേൽ ജനത്തിനെ ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അരികിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. പക്ഷെങ്കിൽ അവർ കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. ആ 12 പേരെ, ആ 12 ഗോത്രത്തെയും വാഴുന്ന ഒരു ലോങ് ടൈം പ്ലാൻ, അതായത് നിത്യ പദ്ധതിയായിരിക്കുന്ന അവർക്ക് കൊടുത്തിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ സുവിശേഷം, അതിൽ ഈ 12 അപ്പോസ്തലന്മാരും 12 സിംഹാസനത്തിൽ നിന്ന് അവരെ ന്യായം വിധിക്കുവാനായിട്ട് എണ്ണി 12 പേരെ എടുത്തിരിക്കുക. എന്നാൽ യഹൂദ ജനം കർത്താവിനെ തിരിച്ചറിയാതെ
അവൻ സ്വന്തമായതിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അങ്ങനെ അവനെ തിരിച്ചറിയാതെ അവർ ക്രൂശിൽ തറച്ചു കൊല്ലുകയും കർത്താവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനവും അതിനുശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം. 50-ാം നാൾ കർത്താവിൻ്റെ ഈ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരിക, പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയക്കുക. ഈ ഉയർപ്പിൻ്റെ 50 ദിവസം കറക്റ്റ് എണ്ണി പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരിക. വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ ശക്തിപ്പെടുത്താനാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലെല്ലായിടവും ശമരിയിലും പിന്നെ ഉലകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകും. കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾക്ക് യോഹന്നാനാൽ ഇപ്പം നിങ്ങൾക്ക് വെള്ളത്താൽ സ്നാനം നിങ്ങൾക്ക് ലഭിച്ചു, എന്നാൽ അധികം താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനം പ്രാപിക്കും. അവരോട് പറയാം, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ ഇവിടെ തന്നെ പാർപ്പീൻ. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിച്ചതിന് ശേഷം നിങ്ങൾ യെരുശലേമിലും യഹൂദിയയിലെല്ലായിടവും, കാര്യം യെരുശലേം ആദ്യം രക്ഷിക്കപ്പെടണം, യഹൂദിയ മുഴുവനും രക്ഷിക്കപ്പെടണം, പിന്നെ ഇസ്രായേലിൽ അതായത് ശമരിയയിലും ഉലകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളാകുവിൻ. അവിടെ മുഴുവനും ജനം ഈ ജാതീയ രാജ്യങ്ങളിൽ യഹൂദൻ ചിതറിക്കിടക്കുക, അവരോട് പോയി സുവിശേഷം അറിയിക്കാനുള്ളൊരു മഹാദൗത്യം അവർക്ക് കൊടുക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്നു. കാര്യം യഹൂദൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കത്തില്ല. പറയുമ്പോൾ അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണാതെ യഹൂദൻ വിശ്വസിക്കത്തില്ല. യഹൂദൻ അടയാളം അന്വേഷിക്കുന്നു, യവനൻ ജ്ഞാനം അന്വേഷിക്കുന്നു. അവർക്ക് ചെങ്കടൽ പിളർന്ന് കാണിച്ചാലേ ദൈവം കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കത്തുള്ളൂ. ആകാശത്തിൽ നിന്നും മന്നായും കാടപ്പക്ഷിയും ഒക്കെ അവരുടെ മേലെ പൊഴിക്കണം, എന്നാലേ ദൈവമാണ് കൂടെ ഉള്ളതെന്ന് അവർ വിശ്വസിക്കത്തുള്ളൂ. അവരെപ്പോഴും അടയാളം അന്വേഷിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ പകർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ, വീര്യപ്രവർത്തികളെ ചെയ്യുവാൻ അവരെ ശക്തിപ്പെടുത്തി. ദൈവം അവരോട് ഈ ഗ്രേറ്റ് കമ്മീഷൻ മഹാദൗത്യം കൊടുത്ത് ഉലകം മുഴുവനും പോയി ഈ സുവിശേഷം അറിയിക്കാൻ പറയുക. ഇവിടെ ഒന്നും പോയി ഈ കിടക്കുന്ന ജാതിയനെ രക്ഷിക്കാനല്ല പറഞ്ഞത്. ഇത് യഹൂദൻ്റെ പദ്ധതിയാണ്. അവർ ജാതികളുടെ അടുക്കൽ പോകത്തില്ല. പത്രോസ് അപ്പോസ്തലൻ കൊർന്നലിയോസിന്റെ വീട്ടിൽ ചെന്നപ്പോഴും പറയുന്നത് കണ്ടില്ലേ, ഞാനൊരു യഹൂദൻ, എനിക്ക് ജാതികളുമായി സമ്പർക്കം ചെയ്യുവാൻ പാടില്ല, അവൻ്റെ ഭവനത്തിൽ പോകുവാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് നീ അറിയുന്നല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഉലകം മുഴുവനും ചിതറിക്കിടക്കുന്ന യഹൂദനെ രക്ഷിക്കാനായിട്ടാണ് അവരെ അയക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ വരാൻ പോകുന്നത് ഈ റാത്താണ്, അതായത് 70-ാമത്തെ ആഴ്ചവട്ടം. ഈ 70-ാം ആഴ്ചവട്ടം അതാണ് മഹാകഷ്ടകാലം എന്ന് പറയുന്ന ആ ഒരു 7 വർഷത്തെ വാഴ്ച. അതിലൂടെ അവർ കടന്നു പോകണം. ഇതെല്ലാം കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് അവരെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴും അവരോട് ഈ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുമ്പോഴും ഒക്കെ പറയുന്നത്, നിങ്ങൾ എന്താ വിഷകരമായതൊന്നും കുടിച്ചാൽ നിങ്ങൾക്ക് ഹാനി വരത്തില്ല, പാമ്പുകളെയും തേളുകളെയും ഒക്കെ നിങ്ങൾ പിടിച്ചെടുക്കും. കാര്യം ഈ സമയത്ത് അതെല്ലാം സംഭവിക്കാൻ പോവുക. പാമ്പുകളും തേളുകളും ഒക്കെ ഇവിടെ ഉണ്ടാകാൻ പോവുക. അതുപോലെ തന്നെ വെള്ളം മുഴുവനും വിഷതുല്യമായി പോകും. മരിച്ചുപോയ ആളിൻ്റെ ബ്ലഡ്, ആ രക്തത്തിന് തുല്യമായി പോകും വെള്ളം. അത് കുടിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. എന്നാൽ അവരോട് പറയുകയാണ്, നിങ്ങൾ വിഷകരമായതൊന്നും കുടിച്ചാൽ നിങ്ങൾക്ക് ഹാനി വരത്തില്ല. കാര്യം അവർ ഉലകം മുഴുവനും പോയി ഇവരോട് ഈ സുവിശേഷം അറിയിക്കണം. അതിനുശേഷമേ കർത്താവ് മടങ്ങി വരത്തുള്ളൂ. ഒരു മഹാദൗത്യം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ പോയി അവരെ എല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഷ വേറെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഭാഷ മേലെ അധികാരം കൊടുത്തിരിക്കുന്നത്. അവർ പറയുന്നത് ഈ കേൾക്കുന്നവർക്ക് അവരുടെ ഭാഷയിൽ മനസ്സിലാകും. അപ്പോസ്തല പ്രവൃത്തികൾ 2 നടക്കുന്നത് അതാണ്. വന്നുകൂടിയവർക്കെല്ലാം ഇവർ പറയുന്ന അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകും. അതുപോലെ ഭാഷയുടെ മേലൊരു അധികാരം കൊടുത്തിരിക്കുക. അങ്ങനെ ആ ഒരു മഹാദൗത്യം ഈ 70-ാമത്തെ ആഴ്ചവട്ടം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം ഒന്ന് താപ്പോട്ട് വായിച്ചു നോക്കണം. ആദ്യം മുതൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അവിടെ നടക്കുക. അതിൻ്റെ അവസാനത്തിൽ കർത്താവ് രാജാവായിട്ട് വരികയാണ്. ആ കർത്താവ് വന്നു കഴിഞ്ഞ് എന്തിനാ ഈ കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുക. അവരോട് പറഞ്ഞിരിക്കുന്ന ആ കിങ്ഡം ദൈവം അവർക്ക് കൊടുക്കുക. അതിൽ 1000 ആണ്ട് അവർ വാഴുക. ഇതാണ് അവരുടെ പദ്ധതി. അതിൻ്റെ അവസാനത്തിൽ ഒരു വെള്ള സിംഹാസനം, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അതിൽ അവര് ഈ 1000 ആണ്ട് വാഴ്ചയിൽ ഉണ്ടായിരുന്നവരെ എല്ലാം ന്യായം വിധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഏദൻ തോട്ടം മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന ദുഷ്ടന്മാരെല്ലാം എഴുന്നേറ്റ് വരും. അവരെ ന്യായം വിധിച്ച് നിത്യ നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും.
ഇതാണ് യഹൂദിയ പദ്ധതി. ഇത് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇന്ന് ഇതാണ് ക്രിസ്ത്യാനി വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ഇതല്ല ക്രിസ്തീയ പദ്ധതി. ഈ സമയത്ത് ഒരു ക്രിസ്ത്യാനിയും ഇല്ല. ആ സമയത്ത് നമ്മൾ അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും. എന്താണ് ഇതിൻ്റെ മേലെ പറയാനുള്ളത്? ബൈബിൾ വ്യക്തമായിട്ട് എഫേസ്യ ലേഖനം 2:12 പറയുക. എന്നാൽ അതിൻ്റെ 13ാമത്തെ വാക്യം ശ്രദ്ധിച്ച് അവിടെ പറയുകയാണ്, മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ. ഇവിടെ നിങ്ങൾ ദൂരസ്ഥരാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. നിങ്ങൾ ഇതിനിടയിൽ വന്ന് ചേർക്കപ്പെട്ട ഒരു ഗ്രൂപ്പാണ്. അത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവർ, അല്ലാതെ പഴയ നിയമത്തിലെ ഉപദേശങ്ങൾ അനുസരിച്ചിട്ടല്ല. ഇത് നിങ്ങൾക്ക് തന്ന ഉപദേശവുമല്ല. കർത്താവ് ലോകത്തിൽ വന്നപ്പോൾ പോലും ഒരു ജാതിയുടെ അടുക്കൽ പോയിട്ടില്ല. കർത്താവ് പറയുന്നത് ഈ 12 പേരെ അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും, അർത്ഥാൽ ജാതികളെ ഇഗ്നോർ ചെയ്യണമെന്നാണ് പറയുന്നത്. അവരുടെ അടുക്ക് പോകുക പോലും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഒരു കനാന്യ സ്ത്രീ വന്നിട്ട് അവരോട് പോലും കർത്താവ് പറഞ്ഞ മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ലെന്നാണ്. ഇതെല്ലാം ഈ ഒരു പദ്ധതി വിട്ട് ദൈവം മാറത്തില്ല. ദൈവം ന്യായാധിപനാണ്. ന്യായമായിട്ടുള്ള കാര്യങ്ങളെ കർത്താവ് ചെയ്യത്തുള്ളൂ. ഇവരുമായിട്ട് യാതൊരു സംബന്ധവുമില്ല. ഇവര് നിത്യ നരകാഗ്നിയിലേക്ക് പോകാൻ, ആ നിത്യ നരകത്തിനായി ഒരുക്കപ്പെട്ടവരായിരിക്കുക. കാര്യം ദൈവത്തിന് ഇവരോട് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടില്ല. ഇവര് തന്നെ ആശയരായെയും ആർത്തമീസിനെയും ബാൽ വിഗ്രഹങ്ങളെയും ആരാധിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജനമാണ്. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിളിച്ച് അതിൽ നിന്ന് ഒരു ജനതയെ വിളിച്ച് വേർതിരിച്ച് ഇതിനിടയിലൂടെ ഒരു വേർപാടിൻ്റെ നടിച്ചുവർ കെട്ടി പരിച്ഛേദന എന്നൊരു കൽപ്പന കൊടുത്ത് ദൈവം പ്രമാണങ്ങളും കൽപ്പനകളും കൊടുത്ത് അതിൽ കൂടെ ഒരു കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. അത് ഇവിടുത്തുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടെയുള്ള ആർക്കെങ്കിലും ഇതിൽ വരണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദർ ഈസ് എ ചാൻസ്. അതിനെയാണ് ജൂവിഷ് പ്രോസലൈസേഷൻ എന്ന് പറയുന്നത്. യഹൂദ മതാനുസാരിയായി മാറുക, പരിച്ഛേദന സ്വീകരിച്ച് പ്രമാണങ്ങളും കൽപ്പനകളും ഒക്കെ സ്വീകരിച്ച് ഇതിൻ്റെ ഭാഗമായി തീരാം. അങ്ങനെ ഈ ഒരു പദ്ധതിയിലേക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് ഈ രാജ്യമാണ്, കിങ്ഡം. ഈ കിങ്ഡം ഗോസ്പൽ ഇതാണ് അവർക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു വെള്ള സിംഹാസനത്തിലെ ന്യായവിധി. അത് കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നും മണവാട്ടിയെ പോലെ അലങ്കരിച്ച ആ ഒരു സ്വർഗീയ ഭവനം ഇറങ്ങി വരികയും അവരതിൽ നിത്യം വാഴുകയും ചെയ്യും. ഇതാണ് ഇവരുടെ പദ്ധതി. എന്നാൽ ഇതല്ല ക്രിസ്ത്യാനിറ്റി. ഇന്ന് ക്രിസ്ത്യാനികളിൽ ഒരു നല്ല ശതമാനം ക്രിസ്ത്യാനി ഇതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് വിശ്വസിച്ചിരിക്കുക. ഇതാണ് സാത്താൻ്റെ തന്ത്രം. ഇതല്ല ക്രിസ്ത്യാനിറ്റി. ബൈബിളിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഏത് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ഏത് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ്, നിങ്ങളെക്കുറിച്ച് എവിടെയാണ് ഈ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ ഇതെല്ലാം ദൈവവചനമാണ്. ഡോണ്ട് ഗെറ്റ് മീ റോങ്. ഇതെല്ലാം ദൈവശ്വാസീയമാണ്, ദൈവവചനമാണ്. പക്ഷെ ഇത് ക്രിസ്തീയ മാർഗമല്ല. ഈ പഴയ നിയമം എന്ന് പറയുന്നതാണ് തനാക്ക് എന്ന് പറയുന്നത്. യഹൂദൻ്റെ തനാക്കാണിത്. ഇതിനൂടെ ചേർത്ത് ഈ പുസ്തകത്തിൽ ഇതുണ്ടെന്ന് പറഞ്ഞ് നമുക്ക് ഈ കാര്യങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടോ ബുദ്ധി ഉപദേശത്തിനായിട്ട് തന്നിരിക്കുന്നതാണ്. ഇതിലെ നിയമങ്ങൾ എടുത്തിട്ട് നമ്മൾ ആ നിയമങ്ങൾ ഫോളോ ചെയ്യാനല്ല ഇത് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ക്രിസ്തീയ മാർഗം, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദ ചർച്ച് എന്ന് പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഇതുവരെയും അത് പറഞ്ഞിട്ടില്ല. ആ പദ്ധതി പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവിക പദ്ധതി പറഞ്ഞിരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് സ്തേഫാനോസിനെ കൂടെ എറിഞ്ഞു കൊന്നു കഴിയുമ്പോഴത്തേന് യഹൂദിയ പദ്ധതിയെ ദൈവം കൈവിടുകയാണ്. ഫോൾ ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞത് യഹൂദൻ വീണു പോയിരിക്കുക. അവൻ ജാതികൾക്ക് സമമായിരിക്കുക. ഈ ഒരു പദ്ധതിക്ക് സമം. അവർക്ക് യാതൊരു എലിവേറ്റഡ് പദവിയുമില്ല. അവർ വീണു പോയിരിക്കുക. ഇവിടെ ദൈവം സ്വർഗത്തിൽ നിന്നും ഈ അന്നത്തെ പാപികളിൽ ഒന്നാമനെ വിളിക്കുക. ഇതാ പോളിനെ വിളിച്ചിട്ട് പോളിൽ കൂടെ ഒരു കരുണാ കാലഘട്ടം ആരംഭിക്കുക. ഈ യെല്ലോ കളർ, ഈ മഞ്ഞ കളറിൽ കാണുന്ന ഈ ഒരു ടൈം പീരീഡ്, ഇതിനെയാണ് ഗ്രേസ് പീരീഡ് എന്ന് പറയുന്നത്. ഗ്രേസ്, മനസ്സിലായോ? ഇതിനെയാണ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ കൃപായുഗം എന്ന് പറയുന്നത്. ഇതിനെയാണ് വേറൊരു പേരിൽ പറഞ്ഞ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്തീയ മാർഗം. ഇതൊന്നും ക്രിസ്തീയ മാർഗമല്ല. അവിടുന്ന് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സെക്ട് ആരംഭിച്ചിട്ട് പോലുമില്ല. ഇതാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനം വരെയാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. പൗളിൽ കൂടെ വെളിപ്പെട്ടിരിക്കുന്ന ഒരു ദൈവിക പദ്ധതിയാണ് പോൾ ആൻഡ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്.
പോളിൽ കൂടെ ഈ കർത്താവിൻ്റെ സഭ, ശരീരമാകുന്ന സഭ എന്ന പദ്ധതി വെളിപ്പെടുത്തിയിരിക്കുക. ഇത് മിസ്റ്ററി ആയിരുന്ന അല്ലെങ്കിൽ മറഞ്ഞിരുന്ന മർമ്മമാണ്. ഇതിനെയാണ് ഗോസ്പൽ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഇതാണ് പോൾ പ്രസംഗിച്ച സുവിശേഷം. ഇതാണ് ഞാൻ നിങ്ങളും ക്രിസ്ത്യാനി ആയിരിക്കുന്ന മാർഗം. പക്ഷെ ഇത് നമുക്കറിയത്തില്ല. കാര്യം നമ്മൾ അതിൽ കുരുങ്ങിയിരിക്കുക, മുഴുവനും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. പഴയ നിയമവും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനും ഒക്കെ ആയിട്ട് കിടക്കുക. ഇതാണ് ആക്ച്വലി നമ്മുടെ പദ്ധതി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊഡക്റ്റ്, ഇതിൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നവരെ ചേർത്താനാണ് കർത്താവ് വാനമേഘങ്ങളിൽ വരെ വരുന്നത്, റാപ്ചറിൽ നമ്മൾ ചേർക്കപ്പെടുന്നത്. അങ്ങനെ റാപ്ചറിൽ ചേർക്കപ്പെട്ടതിന് ശേഷം നമ്മൾ പോകുന്നത് നിത്യ സ്വർഗവാസമാണ്. ഇത് കണ്ടില്ലേ, ഇവിടാണ് നമ്മൾ വാഴുവാനായിട്ട് പോകുന്നത്. ഇതിലാണ് നാം നിത്യം വാഴുന്നത്. കൂടാരമായ ഈ ഭൗമ ഭവനം ഒഴിഞ്ഞു പോകും. നിത്യമായ ഒരു സ്വർഗീയ ഭവനം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനം പറയുന്നത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അങ്ങനെ വാനമേഘങ്ങളിൽ കർത്താവിനെ ചേർപ്പാൻ മേഘങ്ങളിൽ ആകാശത്തിൽ ചേർക്കപ്പെടും. ഈ ഭൂമിയിലേക്ക് വരുന്ന കാര്യമല്ല ഈ പറയുന്നത്. നാം സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുന്നത്. അതിനുശേഷം നാം സ്വർഗത്തിലായിരിക്കും. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. നാം സ്വർഗത്തിലെ നിത്യം വസിക്കേണ്ടുന്നവരാ. ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. ഇതിനെയാണ് വീണ്ടെടുപ്പിൻ നാളെന്ന് പറയുന്നത്. അന്ന് വരെ നമ്മളെ പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിട്ട് സൂക്ഷിക്കുക. ആ പരിശുദ്ധാത്മാവിനാൽ അല്ലോ നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുതെന്ന് പറയുക. നമ്മൾ ഇവിടെ രക്ഷിക്കപ്പെടുന്ന സുവിശേഷം എന്ന് പറയുന്നത് കർത്താവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിലെ പരിപൂർണമായ വിശ്വാസമാണ്. കർത്താവ് ആ കാൽവറിയിലൂടെ സകല മാനവരാശിയുടെയും പാപത്തിൻ്റെ പരിഹാരമായിരിക്കുക, ഒരു മറുവിലയാഗം. അതിനെ പ്രൊപ്പിച്ചിയേഷണൽ ഡെത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെൻ്റ് എന്ന് പറയുന്നത്. അതിലെ വിശ്വാസത്താൽ സകല മനുഷ്യർക്കും രക്ഷയാണ്. ഇവിടെ യഹൂദനെന്നൊന്നുമില്ല. ഈ കാലഘട്ടത്തിൽ യഹൂദനെന്നുമില്ല, യവനെന്നുമില്ല, ജാതികളെന്നുമില്ല, എല്ലാവർക്കും രക്ഷിക്കപ്പെടുവാവുന്ന ഒരു സ്വർഗീയ പദ്ധതി, ഒരു സുവർണ കാലഘട്ടം ഓപ്പൺ ആയിരിക്കുക. ഇതാണ് ക്രിസ്ത്യാനിറ്റി. നമ്മൾ ഇതിൻ്റെ ഭാഗമായിരിക്കണമായിരുന്നു. ഇത് പ്രൊക്ലെയിം ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ കണ്ടോ, കിങ്ഡം പോസ്റ്റ്പോൺഡ്. ഇവിടെ രാജ്യത്തിൻ്റെ സുവിശേഷമല്ല, ഇവിടുത്തെ സുവിശേഷം ക്രൂശിൻ്റെ വചനമാണ്. ക്രൂശ്, അതാ പോൾ പറയുന്നത്, എന്നെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായ ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുന്നു. ഗലാത്യരോട് പറയുന്ന, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കുക. നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഏത് ക്ഷുദ്രത്തിലാണ് മയക്കിയ കാര്യം പറയുന്നത്? ഇതാ ക്ഷുദ്രം. ഇതുവരെ ഉണ്ടായിരുന്ന പദ്ധതിയാണ്, അതിപ്പോൾ ക്ഷുദ്രമായി ഇവിടെ വന്നു കഴിഞ്ഞാൽ. കാര്യം ഇവിടുത്തെ പദ്ധതി വേറെയാണ്. ഇവിടെയാണ് സാത്താൻ വളരെ കണ്ണിങ് ആയിട്ട് ജനത്തെ തെറ്റിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ അതിനെ മുഴുവൻ ഇവിടെ കയറിയിരിക്കുക. റൈറ്റ് ഡിവിഷൻ, റൈറ്റ്ലി ഡിവൈഡ്. ഈ ഒരു ഡിവിഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ചേരും. അതുകൊണ്ടാണ് പോൾ തിമോത്തിയോട് പറഞ്ഞിരിക്കുന്നത്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, റൈറ്റ്ലി ഡിവൈഡ്, സ്റ്റഡി ടു ഷോ തൈസെൽഫ് അപ്രൂവ്ഡ് അൺടു ഗോഡ്, എ വർക്ക്മാൻ ദാറ്റ് നീഡഡ് നോട്ട് ടു ബി അഷെയിംഡ്, റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ട്രൂത്ത്. അത് കഴിയുമ്പോൾ ഈ കാലഘട്ടം, ഇതാ 2000 വർഷത്തെ ഒരു കാലഘട്ടം, ഇതാർക്കും അറിയത്തില്ലായിരുന്നു. യഹൂദൻ്റെ പദ്ധതിയിൽ ഇതാണ് യഹൂദൻ്റെ പദ്ധതി. ഇവിടെ കൃപാ കാലഘട്ടം ഇല്ല. ഇവിടെ ഉണ്ടായിരുന്നത് കർത്താവിൻ്റെ ആ കാലം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ആ റാത്തിലേക്ക് കടക്കുക, ആ മഹാകഷ്ടത്തിലേക്ക് കടക്കുക. ഇതുകൊണ്ടാണ് കർത്താവ് അവരെ ഉലകം മുഴുവൻ അയക്കുന്നതും പ്രത്യേക പവർ അവരുടെ മേലെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അത് മറഞ്ഞിരുന്ന ഒരു മർമ്മമാണ്. ഈ കൃപായുഗം എന്ന് പറയുന്നത് ദാനിയേലിനെ 70 ആഴ്ചവട്ടം കാണിച്ചപ്പോഴും 69-നും 70-നും ഇടയിൽ ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്ന് ദാനിയേലിനും അറിയത്തില്ല. ഇങ്ങനൊരു ഗ്യാപ്പ് അവിടെ ഉണ്ടെന്നുള്ളത്. ഈ കാലഘട്ടത്തിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഇതാണ് ക്രിസ്ത്യാനിയുടെ പദ്ധതി. യഹൂദനെ ദൈവം കൈവിട്ടിരിക്കുക. അതുകൊണ്ട് ഒരു യഹൂദനും ഈ കാര്യം മനസ്സിലാകാത്തത്. യേശു ക്രിസ്തു ആരാന്ന് പോലും അവൻ അറിയത്തില്ല ഇപ്പോൾ. എന്നാൽ നാം ഇവിടുന്ന് ചേർക്കപ്പെട്ടതിന് ശേഷം, റാപ്ചറിൽ ചേർക്കപ്പെട്ടതിന് ശേഷം അവരെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും. അവരുടെ ആ റാത്തിൽ കൂടി അവർ കടന്നുപോകും. ഈ കഷ്ടകാലത്തിൽ കൂടെ അവർ കടന്നുപോകും. അവരെ ശുദ്ധീകരിക്കും. ഇവിടെ വെച്ച് മോശയും ഏലിയാവിനെയും അയക്കും. ഇവിടെ 1,44,000 പേരെ അയക്കും. ആകാശത്തിൽ കൂടെ ഒരു പല ദൂതന്മാർ അല്ലെന്നുണ്ടെങ്കിൽ മാലാഖമാർ പറന്ന് നടന്നുകൊണ്ട് അവരോട് സുവിശേഷം പറയും.
അങ്ങനെ അവർ രക്ഷിക്കപ്പെടും. ഇതാ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകളും അന്ന് രക്ഷിക്കപ്പെടുന്ന സഭകളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാതെ ഇന്നത്തെ സഭയുടെ കാര്യമല്ല പറയുന്നത്. ഈ സഭകൾ അതിൻ്റെ അവസാനത്തിൽ കർത്താവ് രാജാതി രാജാവായിട്ട് വരും. അവരുടെ ആ പഴയ പദ്ധതി തന്നെയാണ്. അങ്ങനെ കർത്താവ് രാജാവായിട്ട് വാഴും 1000 ആണ്ട്. കാര്യം ഇത് അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തിരിക്കുന്ന, ഇവിടെ വെച്ച് ദൈവത്തിന് അത് വിട്ടുകളയാൻ പറ്റത്തില്ല. ഇറ്റ് ഹാസ് ടു ഹാപ്പൻ. കർത്താവ് ഇവിടെ വരും, രാജാതി രാജാവായിട്ട് വരും, ഇതിനെ വാഴും, 1000 ആണ്ട് വാഴും. അതിൻ്റെ അവസാനത്തിൽ ഈ നമ്മൾ അവർ നേരത്തെ പറഞ്ഞിരുന്ന അതേ പദ്ധതി തന്നെ, വെള്ള സിംഹാസനത്തിലെ ന്യായവിധി, അതിനുശേഷം പുത്തനാം യെരൂശലേം, സ്വർഗത്തിൽ നിന്ന് മണവാട്ടിയെ പോലെ അലങ്കരിച്ച പുത്തനാം യെരൂശലേം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവർ ഇതിൽ നിത്യം വാഴും. നാം ഇവിടെ നിത്യം വാഴും. അവിടുന്ന് പോയിട്ട് തിരിച്ചു വരുന്നൊരു പദ്ധതി അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്ന ദൈവിക പദ്ധതി. ഇത് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാകാതെ പോകും. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽപ്പാൻ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. എന്താ ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ? കർത്താവിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. ലജ്ജിപ്പാൻ, തലകുനിച്ച് നിൽക്കാനിടയാകാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്. Study to show thyself approved unto God, a workman that needeth not to be ashamed, rightly dividing the word of truth. ഇതൊരു ദൈവിക വചനവും ദൈവിക പദ്ധതിയുമാണ്. ഈ സത്യവചനം അല്ലെങ്കിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പഠിക്കാൻ തിരുവചനത്തിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു ഗോൾഡൻ കീ. അത് ഒരു സുവർണ, എന്താ പറയുന്നത്, ഒരു ഗോൾഡൻ കീ. അത് നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ മാതിരി 45,000-ലേറെ ഡിനോമിനേഷനായിട്ട് ചിലർ ഉൽപ്പത്തി എന്ന് ഉപദേശം എടുത്തിരിക്കുന്നു, ചിലർ വെളിപ്പാടി എന്ന് ഉപദേശം എടുത്തിരിക്കുന്നു, ചിലർ ശബത്തിൻ്റെ ഉപദേശത്തിലിരിക്കുന്നു, ചിലർ പഴയ നിയമത്തിലെ ഉപദേശത്തിൽ പുരോഹിതന്മാരങ്ങ് അഹരോൻ്റെ കാലം മുതലേ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്നു. അഹരോൻ മോശയോട് ഒന്നിച്ച് ഞങ്ങൾക്ക് തന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതെല്ലാം ഉപദേശത്തിൽ പെട്ടുപോയിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? യു ഡു നോട്ട് നോ വാട്ട് ഈസ് അവർ ഗോസ്പൽ. റൈറ്റ്ലി ഡിവൈഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പുസ്തകം നമുക്ക് മനസ്സിലാകത്തില്ല. ഇന്നത്തെ മാതിരി ആകെപ്പാടെ ഒരുത്തർക്കും അറിയത്തില്ല. ഡോക്ടർക്കും അറിയത്തില്ല, എഞ്ചിനീയർക്കും അറിയത്തില്ല, ഫിലോസഫി പഠിച്ചവർക്കും അറിയത്തില്ല, വക്കീലിനും അറിയത്തില്ല. ഇത് ഭയങ്കര പാടാണ്, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. പള്ളിയിൽ പോയിരിക്കും, സ്വതന്ത്രാഴ്ച ഇടും, കുറച്ചു നേരം കുമ്പിട്ടിരിക്കും, പോരും, ഇതെടുത്ത് വല്ലപ്പോഴും ഒരു ഉമ്മ കൊടുക്കുമെന്നുള്ള, ഇതിനകത്ത് എന്താ പറഞ്ഞേക്കുന്നതെന്ന് അറിയത്തില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ഭാഷയിൽ എഴുതിയിരിക്കുന്ന ദൈവിക അരുളപ്പാടുകളാണ് നിങ്ങളുടെ രക്ഷയുടെ, നിങ്ങളുടെ നിത്യജീവന്റെ വചനമായത്. ഇതിനെ റൈറ്റ്ലി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ സത്യം എന്താണെന്ന് നമ്മൾ അറിയാതെ പോകും, കൈവിടപ്പെട്ടു പോകും, നിത്യ നരകത്തിൽ അകപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാൻ ഈ വിഷയം, കാര്യം ഇതൊരു അടിപ്പട സത്യമാണ്. ഇതറിയത്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. പൗലോസ് അപ്പോസ്തലനോട് എഴുതിയിരിക്കുന്ന 13 ലേഖനങ്ങൾ വായിച്ചാൽ അതിൻ്റെ ആക്ച്വൽ അർത്ഥം മനസ്സിലാകത്തില്ല. റോമാ ലേഖനമൊക്കെ ചിലർ പഠിപ്പിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്താ അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണ്? എഫേസ്യ ലേഖനം, ഗലാത്യ ലേഖനം, കൊലോസ്യ ലേഖനം സ്വർണ്ണ ലിപികളിൽ എഴുതിയിരിക്കുന്ന ദൈവിക അരുളപ്പാടുകളാണ്. എല്ലാം തന്നെ 66 പുസ്തകവും അതുപോലെ തന്നെ. ഇതൊന്നും കുറഞ്ഞ പുസ്തകങ്ങളല്ല, ബട്ട് അത് നമുക്കുള്ള ഉപദേശമല്ല. ഈ കാലഘട്ടത്തിൽ, കരുണ കാലഘട്ടത്തിൽ, ഒരു കാലത്ത് രക്ഷയ്ക്ക് യാതൊരു യോഗ്യതയും ഇല്ലാതെ തള്ളപ്പെട്ട് കിടന്നിരുന്ന ജാതികളാണ്. മരിച്ചാൽ നല്ലൊരു കുഴി വെട്ടും, അതിൽ നിങ്ങളെ കുഴിച്ചു മൂടും, വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിൽ എഴുന്നേറ്റ് വരും, നിത്യ നരകാഗ്നിയിലേക്ക് കളയും. അതായിരുന്നു നിങ്ങളുടെ ഡെസ്റ്റിനി, അതായിരുന്നു നിങ്ങളുടെ സ്റ്റേറ്റസ്. അവിടെ നിന്നാണ് നിങ്ങൾക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. പ്രൈസ് ഗോഡ്. അതിൻ്റെ എല്ലാം കാരണം കർത്താവ് കാൽവറിയിൽ നമുക്ക് വേണ്ടി മറുവിലയാഗമായി തകർക്കപ്പെട്ടിരിക്കുക. അതിനെ മനസ്സിലാക്കാതെ നിങ്ങൾ പഴയ നിയമത്തിൽ കിട്ടി, അവിടുന്ന് നമുക്ക് നിയമങ്ങളൊക്കെ തന്നു, അതെല്ലാം അനുസരിച്ച് ജീവിച്ച് വിശുദ്ധനായിട്ട് ജീവിച്ച് കാണിച്ച് കിട്ടുന്ന ഒരു രക്ഷാപദ്ധതി അല്ല ഇത്. നിങ്ങളുടെ രക്ഷാപദ്ധതി കർത്താവ് കാൽവറിയിൽ തീർത്തിരിക്കുക, അതിന് മുഴുവിലയും കൊടുത്തിരിക്കുക. അതിലെ ആഴമായ വിശ്വാസം, അതിലെ സാഷ്ടാംഗം വീണുള്ള സമർപ്പണം, അതാണ് നിങ്ങളെ ഇന്ന് രക്ഷിക്കുന്നത്. കർത്താവിൻ്റെ നീതി നിങ്ങളുടെ നീതിയായിട്ട് കണക്കിടുകയാണ്. ഹല്ലേലൂയ. ആ ഒരു വിശ്വാസത്തിൽ, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. അതിന് റൈറ്റ് ഡിവിഷൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യഹൂദൻ്റെ പദ്ധതിയിൽ അകപ്പെട്ടു പോകും.
നിങ്ങൾക്കത് താല്പര്യമാണ്, സന്തോഷമാണ്. കാര്യം ഇസ്രായേലിൻ്റെ പദ്ധതിയിലാണല്ലോ നമ്മൾ അകപ്പെട്ടിരിക്കുന്നത്. കിടക്കട്ടെ, അവർ ദൈവത്തിൻ്റെ ആൾക്കാരാണ്, അവർ ദൈവത്തിൻ്റെ ആൾക്കാരാണ്. താങ്കൾ ഇവിടെ കിടന്നു പോകും, അതാ പ്രശ്നം. ഇതാണ് ഉപായം എന്ന് പറയുന്നത്. സാത്താൻ ചെയ്തിരിക്കുന്ന ഉപായം അതാ. അതുകൊണ്ട് നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്? ഹല്ലേലൂയ. അത് മനസ്സിലാക്കുവാൻ ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി കർത്താവിന് കൊള്ളാകുന്നവനായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രബോധിപ്പിക്കുക. ഈ റൈറ്റ് ഡിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് നമ്മുടെ ഉപദേശം പറഞ്ഞിരിക്കുന്ന പുസ്തകം ഈ റോമാലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനം വരിക. ഇതിലാണ് നമ്മുടെ രക്ഷാപദ്ധതി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇതിന് ശേഷമുള്ള ബുക്കുകളോ ഇതിന് മുമ്പുള്ള ബുക്കുകൾക്കോ എന്തെങ്കിലും തേജസ് കുറവുണ്ടെന്നല്ല. ഇത് മുഴുവനും ദൈവവചനമാണ്. പ്ലീസ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക. റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറഞ്ഞ ഉടനെ മറ്റേതെല്ലാം അങ്ങ് കളയുക എന്നല്ല. 1-ാമത്തെ അധ്യായത്തിന് 1-ാമത്തെ വാക്യം മുതൽ ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വരെ ദൈവിക അരുളപ്പാടുകളാണ്. എന്നാൽ നിങ്ങളുടെ രക്ഷയ്ക്ക് തന്നിരിക്കുന്ന ദൈവിക ഉപദേശം പറഞ്ഞിരിക്കുന്നത് ഈ റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം. അതാണ് നമ്മുടെ ഉപദേശം. ഹല്ലേലൂയ. ഇതിനെയാണ് റൈറ്റ്ലി ഡിവൈഡ് എന്ന് പറയുന്നത്. അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരവും, നമ്മൾ ജലസ്നാനം, നമ്മൾ പിന്നെ ഗ്രേറ്റ് കമ്മീഷൻ, എല്ലാവരെയും പോയി സ്നാനപ്പെടുത്തുക, എല്ലാവരോടും യേശു ലോകത്തിൽ അവതരിച്ചു. ഓഫ് കോഴ്സ് ലോകത്തിൽ അവതരിച്ചു. അത് താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല. കർത്താവ് ഏതെനിൽ വെച്ച് അവർക്ക് കൊടുത്ത വാഗ്ദത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് കർത്താവ് ലോകത്തിൽ വന്നു. ഇവിടെ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, എല്ലാം ശരിയാണ്. പക്ഷെ അത് താങ്കളുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയമല്ല. അതുകൊണ്ട് അപ്പോൾ പറയുന്നത്, ഞങ്ങൾ കർത്താവിനെ ജഡപ്രകാരം അറിയുന്നില്ല. അതല്ല നമ്മുടെ വിഷയം. സ്വർഗാരോഹണം ചെയ്ത സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ആയിരിക്കുന്ന ദൈവം പൗലോസ് അപ്പോസ്തലനെ വിളിച്ച സ്വർഗത്തിൽ നിന്നും അറിയിക്കുന്ന, അന്ന് വരെ സ്വർഗത്തിൽ മർമ്മമായിരുന്ന സ്വർഗീയ പദ്ധതിയുടെ ഒരു ഭണ്ഡാരം അത് തുറക്കുകയാണ്. അത് ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് മുതലേ സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്നതാണ്. അതാ പറയുന്നത്, ആ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധ ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇതാണ് നമ്മുടെ ദൈവിക വിളിയും നമ്മുടെ സുവിശേഷവും നമ്മുടെ തിരഞ്ഞെടുപ്പും. അത് മനസ്സിലാക്കുവാൻ ഈ റൈറ്റ് ഡിവിഷൻ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് യഹൂദിയ പദ്ധതിയും ക്രിസ്തീയ പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ യഹൂദിയ പദ്ധതിയിൽ അകപ്പെട്ടു പോകും. ഇന്നത്തെ എത്ര ക്രിസ്ത്യാനികളുണ്ട് ഈ ക്രിസ്തീയ പദ്ധതിയിലുള്ളതെന്ന് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരിക. 99.5% ചർച്ചുകളും യഹൂദിയ പദ്ധതിയിലാണ്. നമ്മുടെ ചുറ്റും കാണുന്ന സകല ചർച്ചുകളും, ഇൻക്ലൂഡിങ് പെൻഡക്കോസ്റ്റ്, ബ്രദറൻ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, ഈ ഏറ്റവും ഏറ്റവും റിഫൈൻഡ് വേർഷൻ അഭിമാനിക്കുന്ന ഈ ചർച്ചുകൾ മുഴുവനും ഈ യഹൂദിയ വിശ്വാസത്തിലാണ്. അന്യഭാഷയും ഈ പ്രവചനങ്ങളും ഈ പാമ്പിനെ സർപ്പത്തെ എടുക്കുന്നതും അതെല്ലാം അവരോട് പറഞ്ഞേക്കുന്ന കാര്യങ്ങളാണ്. വിഷകരമായതൊന്നും കുടിച്ചാൽ ഹാനി വരത്തില്ല. ഇന്ന് വിഷം കുടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഹാനി വരുന്ന കാര്യമല്ല പറയുന്നത്. അവരുടെ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷനാണ് ദൈവം അവർക്ക് കൊടുത്തിരുന്നത്. ഹല്ലേലൂയ. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിക്കുവാൻ നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ എന്നെ ചേർപ്പാൻ വീണ്ടും വരുന്നു. വാനമേഘങ്ങളിൽ കർത്താവ് എന്നെ ചേർപ്പാൻ വീണ്ടും വരുന്നു. എൻ്റെ പാപം അവൻ്റെ രക്തത്താൽ കഴുകി കളഞ്ഞിരിക്കുന്നു. ഞാൻ ഇന്ന് പാപവിമുക്തനായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. പരിശുദ്ധ ആത്മാവിനാൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. ഈ വിശ്വാസത്തിലെ ആഴമായ, ഈ ഉപദേശത്തിലെ ആഴമായ ഉറപ്പും വിശ്വാസവുമാണ് ഇന്ന് താങ്കളെ രക്ഷിക്കുന്നത്. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. റൈറ്റ് ഡിവിഷൻ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയ നിലങ്ങളെ ഒരുക്കട്ടെ. നിങ്ങളെ ഒരു മനുഷ്യരും സമ്മതിക്കത്തില്ല. എന്നെ ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചിട്ടുള്ളത് ഈ റൈറ്റ് ഡിവിഷൻ പഠിപ്പിച്ചതിനാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അപ്രീസിയേഷൻ, ദൈവം അനേകരുടെ കണ്ണ് തുറന്നിരിക്കുക. ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ഈ സത്യം മനസ്സിലായിരിക്കുക. ഞാൻ അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ അന്ത്യകാലത്തെങ്കിലും ഈ സത്യം മനസ്സിലാക്കുവാനും അനേകരോട് ഇത് പറഞ്ഞു കൊടുക്കുവാനും ദൈവം തരുന്ന ഭാഗ്യത്തിനായിട്ട് അവൻ്റെ വരെ വിശ്വസ്തരായി നിൽക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ പ്രബോധിപ്പിക്കുന്നു. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.